ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്നാണ്. ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിമരുന്ന് മാഫിയയുമായിട്ടുള്ള ബന്ധം, കൊടിയ അഴിമതി, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവിയുണ്ടോ എവിടെയെങ്കിലും? DGP ആണ് അന്വേഷണത്തിന്റെ ചുമതല. അന്വേഷണ സംഘത്തിൽ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ്. അഡീഷണൽ DGPയേക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. SP-ക്കെതിരായിട്ട് അന്വേഷണം വന്ന SI ആണ് അന്വേഷിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്. അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണമാണ്. ഭയമാണ് മുഖ്യമന്ത്രിക്ക്. കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പത്തനംതിട്ട SP-യും MLA-യും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു MLA-യുടെ കാല് പിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. അയാള് കേരളത്തിലെ നിലവിലുള്ള 3 SP-മാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു. അയാളുടെ സഹപ്രവർത്തകരായ 3 ജില്ലയിലേക്ക് SP, ADGP-യുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കിയാണ്. ADGP കള്ളനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, ക്രൂരനാണ് എന്നൊക്കെ ഒരു SP പറഞ്ഞു. ആ SP സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തു പോലീസാണ്? ഈ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട്, പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക. ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം, കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആദ്യം തന്നെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വന്നാണ്. അതിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി, സ്വർണ്ണക്കള്ളക്കടത്ത് ഇല്ലേ, ജയിലിൽ പോയി. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം? എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട്? എയർപോർട്ടിൽ കസ്റ്റംസിന്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു. എന്തൊരു ആരോപണമാണ്! SP-യുടെ നേതൃത്വത്തിൽ, അത് ADGP-യുടെ അറിവോടുകൂടി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു, ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഗുരുതരമായ ആരോപണമല്ല ഉയർന്നിരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചു ഇന്നലെ, ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണ്ടേ? അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ജനങ്ങളെ പരിഹസിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. CPM അതിന്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ്. ജീർണതയിലേക്ക്, ബംഗാളിൽ അവസാന കാലത്തുണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ CPM സംഭവിക്കാൻ പോകുന്നത്. ദുരന്തമാണ് കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. CPM ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഞങ്ങൾ. ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്? ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ? തൃശൂർ പൂര കലക്കി. ഞങ്ങളന്ന് പറഞ്ഞില്ലേ, തൃശൂർ പൂര കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി BJP-യെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJP-യെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ്.
ഒരു നടപടിയെടുത്തില്ലല്ലോ അതിൻ്റെ അകത്ത്. രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെന്നാ പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിയ ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവര് ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഉറങ്ങിക്കിടക്കുമല്ലോ. രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നു എന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ DGPയോ ADGP ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ? ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി. അന്ന് UDFന്റെ മുദ്രാവാക്യം സർക്കാരല്ല ഇത് കൊള്ളക്കാരെന്നായിരുന്നു. ആ ആരോപണം അടിവരയിടുകയാണിപ്പോ. സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ്. സ്വർണം കൊള്ള നടത്തുന്ന, കൊലപാതകം നടത്തുന്ന, ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ്. എല്ലാത്തിന്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം, എപ്പിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. സർക്കാർ തൊടുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് ആ SP എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി. ADGP ഒരു SP, അയാള് തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ SP-മാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. ഇതാണോ പോലീസ്? പോലീസ് ഒരു ഫോഴ്സാണ്, ഒരു ഹൈറാർക്കിയാണ്. ഒരു SP റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ADGPയെ കുറിച്ച് ഇങ്ങനെ പറയാണ്. സഹപ്രവർത്തകരായ സീനിയർ ആയിട്ടുള്ള, അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം SP ഒക്കെ. അവരെ കുറിച്ചൊക്കെ എന്ത് അസംബന്ധമാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ സർവീസിലേക്കാണ്. ഇത് എന്ത് ഫോഴ്സാണ്? ഇത് നിങ്ങൾ ആലോചിച്ചേ. എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ടുന്നുണ്ട്. ഞാനാണ് സാധാരണ തലയിൽ മുണ്ടിട്ട് നടക്കാറുണ്ട്. ഇത് ഒരു പുതപ്പിടിക്കണം മൊത്തം തലയിൽ. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്നത് അതിനെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷമല്ലേ പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന്. അപ്പൊ ശരിയായില്ലേ? ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായില്ലേ? ഞാനത് വന്നിരുന്നു. ലക്ഷ്മണ കൊടുത്ത എന്താണ്, ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫിഡവിറ്റ് പറഞ്ഞത്. പിന്നീട് അയാളെ കൊണ്ട് പേടിപ്പിച്ച് അഫിഡവിറ്റ് പിൻവലിപ്പിച്ചു. പക്ഷെ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. അതായത് ആദ്യത്തെ ദിവസം പറഞ്ഞു, ഈ സംഭവം ഉണ്ടായതിന്റെ ആദ്യത്തെ ദിവസം സീനിയർ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പിൻവലിച്ചു. പിന്നെ പേടിപ്പിച്ച് സർവീസിലിരിക്കുന്ന ആളല്ല, പേടിപ്പിച്ച് പിൻവലിപ്പിച്ചു. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഇത്രയും ദയനീയമായൊരു സാഹചര്യം കേരളത്തിൽ ഏത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഗതികേട്? EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലെ ഉണ്ടായി? ആദ്യത്തെ ഒരുത്തൻ 100 ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. സ്വർണം പൊട്ടിക്കൽ. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ്. ലഹരി മരുന്ന് മാഫിയയ്ക്ക് നേതൃത്വം. നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇവരെല്ലാവരും തമ്മിൽ ലിങ്ക് ഉണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ മിക്കവാറും സമയം പുറത്താണ്. ഇനി അകത്താണെങ്കിലും അവർ അവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ, സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെ, പൊട്ടിക്കൽ സംഘങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവർക്ക് മുഴുവൻ സപ്പോർട്ടല്ലേ. അവർ പേടിപ്പിച്ച് നിർത്തിയേക്കുമല്ല CPM നേതാക്കളെ. ഗൂഢാലോചനയിൽ പങ്കെടുന്നവർ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുത്തിരിക്കുകയാണ്. അവരാണ് മലബാറിലെ സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ്. എല്ലാം ഉണ്ടായി. മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്തുണ്ട്. ഞാനതാണ് പറഞ്ഞത്, CPM അതിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ്. താഴെ തട്ടിലേക്ക് അതാണ്.
KT ജലീലിന്റെ പ്രസ്താവന വന്നു. മുൻ MLA കാരാട്ട് റസാഖിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ അവിടെ നിൽക്കുമല്ലേ, അവരുടെ കൂടെ നിൽക്കല്ലേ, ഞങ്ങളുടെ കൂടെ അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഒക്കെ ആരോപണം ഉന്നയിച്ചു. അതായത് CPM-ലെ ഒരുപാട് പേർ ഈ സമാന ചിന്താഗതിക്കാരാണ്. ഈ ആരോപണങ്ങൾ അവരെല്ലാം ആവർത്തിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CPM-ന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ്. ഞങ്ങൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ സാധാരണ കോൺഗ്രസിലൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ, കോൺഗ്രസിന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ CPM-ന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ആലോചിച്ച്, CPM-ന്റെ ഒരു ഘടന, ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു MLA, ഒരു ഭരണകക്ഷി MLA ഒരാഴ്ചയായിട്ട് വന്ന് ഇപ്പൊ മുഖ്യമന്ത്രിയെ പറഞ്ഞില്ല. മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ, മുഖ്യമന്ത്രിയോടല്ലേ ഈ ഭരണം മുഴുവൻ. പിന്നെ മുഖ്യമന്ത്രിയുടെ എന്റെ ഓഫീസിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിരന്തരമായി അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉത്തരവാദിയല്ല. ഇതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലായിരിക്കാൻ പറ്റും. എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ, ഞാൻ അറിയാതൊരു സംഭവം നടന്നാൽ ഞാൻ നടപടി എടുത്താലും മാറ്റാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ ആരോപണം മുഴുവൻ P ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ? ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇതെല്ലാം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ദുർബലല്ല അദ്ദേഹം. ഇപ്പൊ പേടിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രി. വെറുതെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നൊക്കെ ചുമ്മാ പറയണ, വരണ്ട് നിൽക്കുകയാണ് ഇവന്മാരുടെയൊക്കെ ഇടയിൽ. ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവോ ഈ സ്ഥാനങ്ങളിൽ? ഇവരുണ്ടാവോ കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ? പിന്നെ എപ്പോഴും പറയില്ല എന്റെ മടിയിൽ കനവില്ല, എന്റെ കൈകൾ ശുദ്ധമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം വെളുക്കുമായിരുന്നു. നേരം അതിനു മുമ്പ് പോവില്ല ഇവരൊക്കെ. മാറ്റിയെങ്കിലും നിർത്തേണ്ടവര് അവരതേ സ്ഥാനത്തിരിക്കുകയാണ്, കീ പൊസിഷൻസിൽ ഇരിക്കുകയാണ്. ഇപ്പോഴും കേരളം ഭരിക്കുന്നത് അവരാണ്. എന്നിട്ട് അവർക്കെതിരെ അന്വേഷണം വന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി. ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ആരോപണം ഉന്നയിച്ച കേസുകളിലെ FIR എല്ലാം, 2 കൊലപാതക കേസുകളിലെ, ഒരു മിസ്സിംഗ് കേസ്, ഒരു കൊലപാതക കേസ്, അതിൻ്റെ അകത്തുള്ള FIR, ഈ സ്വർണം പിടിച്ച കേസിൽ, ഇതെല്ലാം ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണമല്ലോ. ഗുരുതരമായ ആരോപണമല്ലേ? ADGP-യുടെ ഭാര്യ സഹോദരന്മാർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുക. ഒരു SP-യും പറഞ്ഞു, ഒരു MLA-യും പറഞ്ഞു. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇതൊരു ഉപജാപക സംഘമാണ്, പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്നോട് അന്ന് മാധ്യമപ്രവൃത്തി ചോദിച്ചു, ഉപജാപക സംഘത്തിൽ ആരൊക്കെ? ഞാൻ പറഞ്ഞ അത് സമയമാകുമ്പോ പേരൊക്കെ തന്നെത്താൻ പുറത്തു വന്നോളൂ. ഇപ്പൊ 2 പേരുടെ പേര് വന്നില്ലേ, ഇനിയും വരാനുണ്ട്. അവരാണ് എല്ലാത്തിലും ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുക്കുക, ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനല്ലായിരുന്നോ അൻവർ? പ്രതിപക്ഷ നേതാവായി എനിക്കെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയാതെ ആരോപണം ഉന്നയിക്കുമോ? രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ ഒരു MLA ആണ്, ഞാനാണ് CLP ലീഡറായിരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഇതുപോലെ അസംബന്ധം പറഞ്ഞെങ്കിൽ ഞാൻ നടപടി എടുത്തേനെ, ഞാൻ ശാസിച്ചേനെ, പിൻവലിപ്പിച്ചേനെ ആളെ കൊണ്ട്. ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി അത് ചെയ്യുമെന്ന്. മുഖ്യമന്ത്രി പിറ്റേ ദിവസം ചെയ്തതെന്താ? അൻവറിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണ കൊടുത്തു. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. വിശ്വസ്തനല്ലേ? ഇപ്പൊ എന്ത് പറ്റി? അതാണ് ഉണ്ടായ മാറ്റം. എന്താണ്? ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപകടകരമായ രീതിയിൽ. ഞാനതാണ് ജീർണത എന്നുള്ള വാക്യങ്ങൾ നേരത്തെ ഉപയോഗിച്ചാണ്, ജീർണത എന്നുള്ള. ഞങ്ങൾ ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉപജാപക സംഘത്തിന്റെ പ്രവൃത്തി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെതിരെ ഒരു ഭീഷണിയില്ല. എനിക്കെതിരെ ഒരു ഭീഷണിയില്ല. ഞങ്ങളിപ്പോ KPCC-യുടെ സമര പരിപാടി പ്രഖ്യാപിക്കും. ഇന്നലെ UDF-ന്റെ, ഇന്ന് പ്രഖ്യാപിക്കും KPCC-യുടെ സമര പരിപാടി. ഞങ്ങൾ UDF-ന്റെ സമരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. ഞങ്ങൾ വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് പാർട്ടി പരിപാടി പ്രഖ്യാപിക്കും. UDF-ന്റെ പരിപാടി അടുത്ത ദിവസം പ്രഖ്യാപിക്കും. എന്താരോപണം ഉന്നയിച്ചവർ?
പാർട്ടിയിൽ സീറ്റ് അവർക്ക് പദവി കൊടുത്തില്ലെന്നാണ്. അതിനെന്തിനാ അല്ല ഇയാൾ എന്തൊരു ചോദ്യം ചോദിക്കണം? കയ്യിൽ നിന്നായാലും ദേശാഭിമാനം നാളായാലും വന്നിട്ട് ഇതുപോലത്തെ ചോദ്യം അത് എന്താരോപണം ഉന്നയിക്കണം? എന്താരോപണം? പാർട്ടിയിൽ സ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത് ആരോപണം പോലീസ് അന്വേഷിക്കും. അല്ല നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാണ് ചോദിക്കുന്നത്? കാരണം അല്ലല്ല അവരതൊന്നും അല്ല, അത് അവർ ചാനൽ പറഞ്ഞ അവര് പറഞ്ഞ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. കേസ് എടുത്തോട്ടെ, പോലീസ് കേസ് എടുക്കും. അത് ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്? അല്ല, മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്. ഇപ്പൊ ഞാൻ പറയണത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് മുഴുവൻ നടന്നതെങ്കിൽ കേരളം കണ്ട ഏറ്റവും ദുർബലനായ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറയില്ല. ഞാൻ അങ്ങനെ പ്രതിപക്ഷ നേതാവ് നിലയിൽ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അദ്ദേഹം അറിയുന്നുണ്ട് ഇതെല്ലാം, എന്നിട്ടല്ല അതുകൊണ്ടല്ല അവരെ വീണ്ടും സംരക്ഷിക്കുന്നത്. ഞാൻ അതാ ചോദിച്ചത്, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഇവർക്കെതിരെ ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുകയാണ്, അവരെ മാറ്റി നിർത്തുന്നില്ല. അല്ല, അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അവരെ സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് ഇക്കാര്യത്തിലെല്ലാം. ഈ ഉപജാപക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, അത് സംശയം. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ്? മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന. എന്തുകൊണ്ടാ? ഈ ഉപജാപക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ്. ഇനി ആ ചോദ്യമൊന്നുമില്ല, ഞങ്ങളെല്ലാം മറുപടി മറുപടി പറഞ്ഞേ. ഇനി അതില്ല. നിങ്ങള് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നു കഴിഞ്ഞപ്പോ, അല്ല ഞാൻ പറയട്ടെ ഗുരുതരമായ ആരോപണം വന്നപ്പോ അത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനല് CPM കാരനായ ചാനൽ മേധാവി ഉണ്ടാക്കിയ കുക്ക്ഡ് സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇത് ഡയലൂട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. No more questions. അല്ല, അത് നമുക്കറിയില്ല. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണത് എങ്ങനെ? എന്തായാലും CPM-ൽ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ ജീർണത അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, അതൊന്നും എനിക്കറിയില്ല. അൻവർ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്, ഒരു സംശയം വേണ്ട. പക്ഷെ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരുന്നില്ല അൻവറിനെ നേരിടാൻ. അല്ല, മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ല. മുഖ്യമന്ത്രി ഒന്നുകിൽ അവരെ ഭയന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർക്ക് കൊട പിടിച്ചു നിൽക്കുന്നു. രണ്ടാണെങ്കിലും തെറ്റാണ്. അറിഞ്ഞുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നടക്കുന്നത്. കാരണം ഇവരിൽ പലരും മുഖ്യമന്ത്രി ഇത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പല ഘട്ടത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യുന്നതും ADGP ചെയ്യുന്നതുമായ കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയെ പല സന്ദർഭങ്ങളിലായി അറിയിച്ചിട്ടു. ഇപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓഫീസിലെ കോക്കസ് ആണ്, നിങ്ങളുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. DGP പറഞ്ഞ ഏതെങ്കിലും SP കേൾക്കുമോ? SP പറഞ്ഞ SHO കേൾക്കുമോ? പാർട്ടിക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അതാണ് സംഭവം. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് 100 വട്ടം ശരിയാണ്. അദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞങ്ങളല്ലേ. തൃശൂർ പൂരം BJPയെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് BJPയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി തൃശൂർ പൂരം പോലീസിനെ കൊണ്ട് കലക്കിയതാണ്. ഞങ്ങളതാണ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞാണ്. ഉപജാപക സംഘം ഞങ്ങൾ പറഞ്ഞാണ്. തൃശൂർ പൂരം കലക്കിയത് ഞങ്ങൾ പറഞ്ഞതാണ്. ജീർണത ഞങ്ങൾ പറഞ്ഞാണ്. എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും ഉടപിടിച്ചു കൊടുക്കുന്നത് ഇവരാണ്. ഈ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഉൾപ്പെടെ ഇവരുടെ പിന്തുണയും. ഉറപ്പായിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരാണ്. ഈ 1ാം ഘട്ടത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന സമയത്ത് കൊച്ചിയിലെ സെൻട്രൽ ഏജൻസീസിന്റെ ഓഫീസുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടിക്കൊണ്ടിരുന്നു ഇല്ലേ? പെട്ടെന്ന് ഒരു ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്തയും നിങ്ങൾക്ക് കിട്ടാതെ കട്ടയം പടം മടക്കി അവർ തിരിച്ചുപോയി. ധാരണയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിനും BJP നേതൃത്വമായി. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
തൃശ്ശൂരിൽ BJP ജയിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും പറയും കരുവന്നൂരിൽ ED പിടിമുറുക്കി. ED പിടിമുറുക്കി ആരുടെ? CPM നേതാക്കന്മാരുടെ കഴുത്തിൽ പിടിമുറുക്കി, അവരെ ഭയപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, അവര് ജയിച്ചു. ഇപ്പൊ എവിടെ പിടി? ഇപ്പൊ എവിടെ EDയുടെ പിടി? എവിടെ? കരുവന്നൂരിലെ ED എവിടെ പോയി? അപ്പൊ ഓരോ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിക്കും മുതിർന്ന നേതാക്കൾ. എന്നിട്ട് വരെ അടുത്ത ആഴ്ച വരാൻ പറയും. അപ്പൊ അവരായിരിക്കും അറസ്റ്റ് ചെയ്യില്ല, പിറ്റത്തെ ആഴ്ച വരാൻ പറയും. അങ്ങനെ ഒരു ഡെമോക്രേസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി അവരുടെ തലയിൽ നിർത്തി അവരെ മുഴുവൻ ഫ്രീസ് ചെയ്യിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ തൃശ്ശൂരിൽ. ഇലക്ഷൻ കഴിഞ്ഞു, തൃശ്ശൂർ പൂരം കലക്കി. ഇലക്ഷൻ കഴിഞ്ഞു, BJP ജയിപ്പിച്ചു. സന്തോഷമായി പിരിഞ്ഞു. EDയുടെ വഴിക്കും പിരിഞ്ഞു, പോലീസിന്റെ വഴിക്കും പിരിഞ്ഞു, മുഖ്യമന്ത്രിയുടെ വഴിക്കും പിരിഞ്ഞു. തീർച്ചയായിട്ടും അന്വേഷണം നടത്തണമല്ലോ. അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ സുൽഗാർ പറഞ്ഞ റിപ്പോർട്ട് കാണാനില്ലെന്നാണ്. ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞാണ്. അന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞ സാധനമാണ്. ഞങ്ങൾ പറഞ്ഞതാണ് പൂരം കലക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എന്ന് പറയാൻ കാര്യം, രാവിലെ 11 മണിക്ക് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ പൂരം കലക്കി. എന്നിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അറിയാതിരിക്കില്ലല്ലോ. ഇന്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മിണ്ടി കൊടുത്തില്ലല്ലോ. ഇല്ലേ ആ കമ്മീഷണർ അടുത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കോള് പോയാൽ പോരെ? താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പോരെ? അവിടെ നിൽക്കില്ലേ പൂരം കലക്കല്? എന്നിട്ട് പിറ്റേ ദിവസം പറയാണ് ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെന്ന്. കമ്മീഷണർ അഴിഞ്ഞാടിയെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത സർക്കാരാണോ? അത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമായിരിക്കും. ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമാണത്. അല്ല, 3 അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കേരള പോലീസിൽ അന്വേഷിച്ചു. 3 പേര് റിപ്പോർട്ട് കൊടുത്തു, ഒന്നുമില്ലാന്ന്. എന്നിട്ടും 10 പേര് അത് CBI അന്വേഷിച്ചു. CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, ഒന്നുമില്ലാന്ന്, ഒരു ആരോപണം ഇല്ലാന്ന്. പിന്നെന്താ അതിനകത്ത്? അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് കുറിച്ചൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ കേസിൽ, ഈ ADGPയെ കുറിച്ച്. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണത്. നിങ്ങളൊന്നും കൂടി എടുത്തു നോക്കിയത്. ആ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഞങ്ങള് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കേണ്ട കേസല്ലല്ലോ ഇത്. അദ്ദേഹം വീടട്ടെ, അപ്പം ആലോചിക്കാം. അല്ല, ഞാനത് പറയാൻ ഞാനല്ലല്ലോ. കോൺഗ്രസിലെ ആ കാര്യം പറയേണ്ടത്, അവസാന വാക്ക് പറയേണ്ടത് KPC പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലല്ലോ. അദ്ദേഹം അങ്ങനെ അത് വിടാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ അൻവറിനെ പോലത്തെ ഒരു MLAക്കും വന്ന് ഇത് പറയാനുള്ള ധൈര്യം വരില്ല. വലിയ നീക്കം ആ പാർട്ടിയിൽ നടക്കുന്നതിന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് CPMനൊരു സ്ട്രക്ചർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ സ്ട്രക്ചറിൽ, ആ ഘടനയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല നോർമലി. ഞങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ജയിക്കുന്നത്. ഉറപ്പായിട്ടുണ്ടാവും.